അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അൽ ഉർവത്തുൽ വുസ്ഖ എന്ന പ്രോഗ്രാമിലെ 7ാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീത്ത് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട്, മൻ മാത വഹുവ യദ്ഉ മിൻ ദൂനില്ലാഹി നിദ്ദൻ ദഖലന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവിന് സമന്മാരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ആരെങ്കിലും മരിച്ചാൽ അവൻ നരകത്തിൽ പ്രവേശിച്ചതു തന്നെ. ഇതിൻ്റെ ശറഹിൽ നമുക്ക് കാണാൻ സാധിക്കും, പണ്ഡിതന്മാർ നൽകിയതായിട്ട് ഇതിൻ്റെ ശറഹിൽ നമുക്ക് കാണാം, അള്ളാഹുവിന് നൽകേണ്ട ആരാധനകളിൽ വല്ലവനും സമന്മാരെ സ്വീകരിച്ചാൽ അത് ശിർക്കാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് എന്നുള്ളതാണ്. അതുമാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്തിൽ നിന്ന് തന്നെ തെറ്റിപ്പോകുന്ന കുഫറാണതെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഒരാളുടെ കഴിവിൽപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തോട് ചോദിക്കുന്നതോ ചെയ്യിപ്പിക്കുന്നതോ ശിർക്കായ കാര്യമല്ല, മറിച്ച് അത് അനുവദനീയമായ കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണത്തിന്, ഒരാളോട് വെള്ളം ആവശ്യപ്പെടൽ, അതുപോലെ അവൻ്റെ കഴിവിൽപ്പെട്ട മറ്റു കാര്യങ്ങൾ ആവശ്യപ്പെടൽ, അതൊന്നും ശിർക്കല്ല, അത് അനുവദനീയമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒരാളുടെ കഴിവിൽപ്പെടാത്ത ഒരു കാര്യം, അഥവാ അള്ളാഹുവിന് മാത്രം കഴിയുന്ന ഒന്ന് മറ്റൊരു സൃഷ്ടിയോട് ആവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ ദുആ ചെയ്താൽ അത് ശിർക്കാകുന്നു, അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കലാണ് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ഗൗരവമേറിയ ഇത്തരം തിന്മകളിൽ നിന്ന് നാം വിട്ടുനിൽക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നേരിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.